സുശ്രുതാചാര്യനാണ് ഫാദർ ഓഫ് സർജറി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ആയുർവേദത്തിൽ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ യുണീക്ക് പ്രകൃതിയുണ്ട്. അത് വാദപിത്ത, പിത്ത കഫ, കഫവാദ, അങ്ങനെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിലായിട്ടാണ് നമ്മൾ പ്രകൃതിനെ ഡിഫൈൻ ചെയ്യുക. വാദ ഇസ് മോർ റിലേറ്റഡ് ടു എയർ ഓർ സ്പേസ്, ആൻഡ് പിത്ത ഇസ് റിലേറ്റഡ് ടു ഫയർ. കഫ ഇസ് റിലേറ്റഡ് ടു എർത്ത് ആൻഡ് വാട്ടർ. ഇത് വെച്ചിട്ട് നമുക്ക് ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ഡിസീസസ് ഹി വിൽ ബി ഹാവിങ് ഇൻ ദ നമുക്ക് ഡയബറ്റീസിനെ നിർത്താനുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് നമ്മുടെ ആയുർവേദത്തിലുണ്ട്. നമ്മളുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി ആയുർവേദ എവ്രിവർ. നമ്മൾ പറയില്ല, നമുക്ക് നമ്മുടെ ബോഡീനെ അറിയാം. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കൊളോക്കിയലി പറയും, എനിക്ക് ബോഡീനെ അറിയാം, കുറച്ച് കാര്യങ്ങൾ കഴിച്ചാൽ നമുക്ക് പണി കിട്ടും, അല്ലെങ്കിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, അതിൻ്റെ വയറ് അപ്സെറ്റ് ആവും ഇത് കഴിച്ചാൽ. സോ വി നോ ദാറ്റ് തിങ്സ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ് ടോക്സ്. സോ നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ എപ്പിസോഡ് ആക്ച്വലി നല്ല അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് എപ്പിസോഡും വരുമ്പോൾ ഐ തോട്ട് നമുക്ക് കുറച്ചുകൂടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ആൻഡ് വിത്ത് മീ ടുഡേ ഐ ഹാവ് ആൻ ആയുർവേദ ഡോക്ടർ ആൻഡ് ഓണ്ടർപ്രണർ പറവി ഡോക്ടർ. ഹായ് ഡോക്ടർ. ഹായ് അരോമൽ. ഡോക്ടർ, നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ അലോപ്പതി ഇറ്റ് ഈസ് മോഡേൺ മെഡിസിൻ, ഹോമിയോപ്പതി കുഴപ്പമില്ല, പക്ഷെ ആയുർവേദം ഒന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളുങ്ങും, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡൈജസ്റ്റ് ആവാനായിട്ട്. ആൻഡ് നമ്മൾ ഇന്ത്യക്കാരുടെ എന്താ പറയുക, ഏൻഷ്യൻ ടൈം തൊട്ടേ പ്രാക്ടീസസ് ആണ് ഈ ആയുർവേദ മെഡിസിൻ എന്ന് പറയുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഇത്രയും സെഞ്ച്വറീസ് ആയിട്ടും ആയുർവേദം എന്തുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഒരു ലെവലിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്? ദർ ആർ ലോട്ട് ഓഫ് റീസൺസ്. നമ്മളൊരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? സോ ആയുർവേദത്തിനെ കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ സാധാരണക്കാർക്കാണെങ്കിലും കേരളത്തിലുള്ളവർക്കാണെങ്കിലും ആയുർവേദത്തിനെ കുറിച്ച് കൂടുതൽ ഡീപ്പ് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ ഒരു ഇതിനോടുള്ള ആക്സെപ്റ്റൻസ് കുറവും. സോ ബട്ട് ഡൗൺ ദ ലൈൻ ഇപ്പോൾ കുറേയും കൂടെ ആക്സെപ്റ്റൻസും അതുപോലെ തന്നെ ആൾക്കാർക്ക് അവെയർനെസ്സും ആയുർവേദത്തിനെ പറ്റി ആയിട്ടുണ്ട്. ആൻഡ് ഇൻ അബ്രോഡ് കൺട്രീസ് ഐ തിങ്ക് മച്ച് മോർ ബെറ്റർ ദാൻ ഇൻ അവർ ഇന്ത്യ. കുറച്ചും കൂടെ ആൾക്കാർ ആയുർവേദത്തിനെ ബിലീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കേരള ആയുർവേദത്തിൻ്റെ ഹബ്ബായിട്ട് അറിയപ്പെടുന്നതും. People are attracted to come to India or Kerala for the Ayurvedic treatments. മെയിൻലി ആയുർവേദത്തിനൊരു എമർജൻസി മെഡിസിൻ എന്ന് പറയുന്നൊരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണോ? അങ്ങനെയല്ല, വി ഡു ഹാവ് എമർജൻസി മാനേജ്മെൻറ്റ്, പക്ഷേ ദ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇസ് ഡിഫറെൻറ്റ്. അത് പണ്ടത്തെ കാലത്ത് നമ്മുടെ ഏൻഷ്യൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആയുർവേദ ആചാര്യന്മാർ രചിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളിലുള്ള ഒരുപാട് മെത്തേഡ്സ് നമുക്കുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടും അതിനൊരു അപ്ഡേറ്റഡ് വേർഷൻ വരാത്തതുകൊണ്ടുമാണ് ആയുർവേദത്തിൽ എമർജൻസി മെഡിസിൻ ഇല്ല എന്ന് സ്ഥാപിക്കപ്പെടുന്നത്. പക്ഷേ സർജറി പോലെയുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തത് ആയുർവേദത്തിലാണ്. സുശ്രുതാചാര്യനാണ് ഫാദർ ഓഫ് സർജറി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ആയുർവേദത്തിൽ. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആയുർവേദം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും എവിടെയും റെക്കഗ്നൈസ്ഡ് അല്ല. അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ആയുർവേദത്തിൻ്റെ ഞാൻ ആക്ച്വലി നമ്മുടെ ബിയർ ബൈസെപ്സിൻ്റെ പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബോഡി ടൈപ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഫ, പിത്ത. അപ്പം അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? ഷുവർ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ ആയുർവേദത്തിലുള്ള ഒരു യുണീക്ക് കൺസെപ്റ്റാണ് ബോഡി ടൈപ്സ് ഓർ ബോഡി പ്രകൃതി എന്നാണ് നമ്മൾ പറയുക. ആയുർവേദത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ യുണീക്ക് പ്രകൃതിയുണ്ട്. നമ്മൾ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അമ്മയുടെ വയറ്റിൽ എംബ്രിയോ ഗർഭമായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രകൃതി ഡിഫൈൻഡ് ആണ്. നമ്മുടെ ക്യാരക്ടേഴ്സ്, നമ്മുടെ ബോഡി ടൈപ്പ്, നമ്മളുടെ ബിഹേവിയർ പാറ്റേൺസ് എല്ലാം ആ പ്രകൃതിയിലാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി ആൻഡ് ദ കോമ്പിനേഷൻസ്. അത് വാദപിത്ത, പിത്ത കഫ, കഫവാദ, അങ്ങനെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിലായിട്ടാണ് നമ്മൾ പ്രകൃതിനെ ഡിഫൈൻ ചെയ്യുക. ഒറ്റ പ്രകൃതി ആയിരിക്കില്ല. സോ ഇഫ് യു ഹാവ് മോർ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് വാദപ്രകൃതി, വാദ ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അത് ഡിഫൈൻഡ് ആണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലാണെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളിലാണെങ്കിലും നമ്മുടെ മാനസികമായിട്ടുള്ള മെൻ്റൽ ബിഹേവിയറിലാണെങ്കിലും എല്ലാം ആ പ്രകൃതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതിപ്പം ഓരോന്നും എന്താണ് ആക്ച്വലി ഈ പിത്ത, കഫ എന്ന് പറയുന്നത്? ഇറ്റ്സ് കോൾഡ് ത്രിദോഷാസ്. നമ്മുടെ ആയുർവേദത്തിൽ ത്രിദോഷങ്ങളാണുള്ളത്, വാദ, പിത്ത ആൻഡ് കഫ. അത് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഹെൽത്ത് ഒപ്റ്റിമം ആവുന്നത്. എന്തെങ്കിലും ഇംബാലൻസ് ഇൻ എയ്തർ ഓഫ് ദീസ്, വാദ, പിത്ത ഓർ കഫ ദോഷാസ്, ഡിസീസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു അബ്നോർമൽസി ഓർ ദ പാത്വേ ഓഫ് ദീസ് ഇംബാലൻസ് വിൽ ലീഡ് ടു ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിസീസ്. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ബീങ് എ പെർഫെക്റ്റ് ഹെൽത്തി ഹ്യൂമൻ ബീങ് ആവുന്നതിൻ്റെ ഒരു
എന്താ പറയുക, ഒരു ഇക്വേഷൻ ആണ്, പാരാമീറ്റർ ആണ് ഡെഫിനറ്റ്ലി. ഇതെന്ന് പറയുന്നത്. അപ്പം വിച്ച് ഈസ് ആക്ച്വലി ദ ബെസ്റ്റ്? ആക്ച്വലി ബെസ്റ്റ് എന്നില്ല, ആക്ച്വലി ഇതിൻ്റെ ഒരു ഈക്വിലിബ്രിയം അല്ലെങ്കിൽ നോർമൽസി ഓഫ് ദോഷാസ് ആണ് നമ്മുടെ ഹെൽത്തി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് എനിക്ക് ഒന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവും. ഇഫ് വാദ ദോഷ ഇസ് ഇൻ ബാലൻസ് ഇറ്റ് വിൽ പെർഫോം സർട്ടൻ ഫങ്ഷൻസ്. വാദത്തിന് നമ്മുടെ ബോഡിയിൽ സർട്ടൻ ഫങ്ഷൻസ് ഉണ്ട്. ആൻഡ് പിത്ത ഇസ് അനദർ ദോഷ വിച്ച് ഹാസ് എ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ഇൻ അവർ ബോഡി. ആൻഡ് കഫ ആസ് വെൽ ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആൻഡ് ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നിൻ്റെയും നോർമൽസി ആണ് രോഗമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യം എന്ന് നമ്മൾ പറയും. സോ ഞാൻ ആക്ച്വലി ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ലൈക്ക് സെയിം പോഡ്കാസ്റ്റിൽ തന്നെ കണ്ടപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നു ലൈക്ക് ഈ ഓരോ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു ഫയർ, എർത്ത് ആൻഡ് വാട്ടർ. അപ്പം ഈ മൂന്ന് എന്താ പറയുക ദോഷാസും ഈ മൂന്ന് എലമെന്റ്സ് അതെങ്ങനെയാണ് ആക്ച്വലി? വാദ ഇസ് മോർ റിലേറ്റഡ് ടു എയർ ഓർ സ്പേസ് ആൻഡ് പിത്ത ഇസ് റിലേറ്റഡ് ടു ഫയർ. കഫ ഇസ് റിലേറ്റഡ് ടു എർത്ത് ആൻഡ് വാട്ടർ. അങ്ങനെയാണ് കോമ്പിനേഷൻസ് വരുന്നത്. ബേസിക്കലി പഞ്ചമഹാഭൂതത്തിൽ നിന്നാണ് നമ്മുടെ പ്രകൃതി പുരുഷൻ എല്ലാം ഇവോൾവ് ചെയ്തത് നമ്മുടെ ബോഡി ആണെങ്കിലും. സോ ആ ഒരു കൺസെപ്റ്റും ഉണ്ട് ആയുർവേദത്തിലെ പഞ്ചമഹാഭൂത കൺസെപ്റ്റും ഉണ്ട്. അപ്പം ഇത് എന്താണ് ആക്ച്വലി എർത്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറയുന്നതും ഫയറായിട്ട് റിലേറ്റഡ് ആണെന്ന് പറയുന്നത്? ദ ക്വാളിറ്റീസ്, ഗുണങ്ങളാണ്. ഓക്കെ, അതായത് കഫത്തിന്റെ ബോഡിയുടെ ഗുണങ്ങൾ, ദ എലമെന്റ്സ് വിച്ച് ആർ പ്രസന്റ് ഇൻ അവർ ബോഡി. ഓക്കെ. മോറോവർ വാട്ടർ പ്ലസ് എർത്ത് കോമ്പിനേഷൻസ് ആയിരിക്കും കഫ പ്രകൃതിയിൽ ഉണ്ടാവുക. പിത്ത വൺസ് അഗെയിൻ വിൽ ബി ഫയർ എലമെൻ്റ് ആയിരിക്കും കൂടുതലുണ്ടാവുക. പിത്ത ബേസിക്കലി നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള അഗ്നിയുടെ എലമെൻറ്റിനെയാണ് പിത്ത എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഡൈജസ്റ്റീവ് ഫയർ. അതിന് തന്നെ ഒരുപാട് ബൈഫർക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ധാതുക്കളുടെ ഒരു കമ്പോണൻറ്റിലുള്ള ധാതു അഗ്നി അതിൻ്റെ പിത്തായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. സോ ദർ ആർ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഇൻ ദ ബോഡി. ആക്ച്വലി അപ്പോൾ എന്ത് ബോഡി ടൈപ്പാന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? യെസ്, ഡെഫിനറ്റ്ലി. അത് ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് ആക്ച്വലി അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നിയതാണ് ഈ പറയുന്ന ഇത് വെച്ചിട്ട് നമുക്ക് ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ഡിസീസസ് ഹി വിൽ ബി ഹാവിങ് ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ യു നോ ദ തിങ്. നമുക്ക് വാത, പിത്ത, കഫ പ്രകൃതിക്കാർക്ക് വിച്ച് ഡിസീസസ് ആർ മോർ പ്രോൺ ടു ഗെറ്റ് എന്ന് പ്രീഡിഫൈൻഡ് ആണ്. ഓക്കെ. സോ വെൻ യു അനലൈസ് യുവർ പ്രകൃതി you will get a set of diseases which are more likely to happen to you. That will help you to prevent those diseases. Okay. So when you take steps to normalize your doshas or the ഏത് ദോഷമാണ് ഇംബാലൻസിലുള്ളത്, when you are preventing that dosha to be abnormal, you are preventing those diseases. See, maybe controversial but still asking like ഡയഗ്നോസിസിന് പകരം ദിസ് തിങ് കുഡ് ഹെൽപ്പ് എന്നാണോ ഡോക്ടർ പറഞ്ഞത്? അതല്ല, നമുക്ക് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും എളുപ്പം രോഗം വരാതിരിക്കാൻ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ ആണ്. അതിന് ഈ കൺസെപ്റ്റ് വളരെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇഫ് യു ആർ വാദപ്രകൃതി പേഴ്സൺ ആൻഡ് യു ആർ മോർ ലൈക്ലി ടു ഗെറ്റ് സച്ച് കൈൻഡ് ഓഫ് ഡിസീസസ് വിച്ച് ആർ റിലേറ്റഡ് ടു വാദ വികാര. നമ്മൾ വാദ വികാരാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് ഡിസീസസ് ഉണ്ട്. അപ്പോൾ വാട്ട് യു ഷുഡ് ഡു, വാദത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കുറച്ച് മെഷേഴ്സ് വിച്ച് വാസ് ഡിസ്ക്രൈബ്ഡ് ഇൻ നമ്മുടെ ആയുർവേദ സംഹിതകളിലെല്ലാം വാദത്തിനെ പെസിഫൈ ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ വെൻ യു ആർ ഫോളോയിങ് ദാറ്റ് ഓർ വെൻ യു ഡു ദാറ്റ് യു ക്യാൻ പ്രിവെൻറ്റ് ദോസ്. ഓക്കെ. പ്രിവെൻറ്റീവ് മെഡിസിനിൽ ആയുർവേദ ഈസ് കോൺട്രിബ്യൂട്ടിങ് എ ലോട്ട്. സോ അതിന് നമ്മുടെ ഋതുചര്യ മീൻസ് സീസണൽ റിമൂവൽ ഓഫ് യുവർ ദോഷാസ് ലൈക്ക് പെസിഫൈങ് യുവർ ദോഷാസ് ആൻഡ് ഓൾസോ ദിനചര്യ എന്ന് പറയുന്ന ഒരു ഡെയിലി റൂട്ടീൻ ഇൻ ആയുർവേദ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രാവിലെ എണീക്കുന്നത് തൊട്ട് വൈകുന്നേരം വരെയുള്ള നമ്മുടെ റൂട്ടീൻ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പാത്വേ, നമ്മുടെ ഹെൽത്തി പാത്വേ കാണിച്ചു തന്നിട്ടുണ്ട്. സോ വെൻ യു ആർ ഫോളോയിങ് ദാറ്റ് ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ യു ടു പ്രിവെൻറ്റ്. ആയുർവേദം ഒരു ഫുഡും കഴിക്കുന്നതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല എന്ന് വായിച്ചു. ഈസ് ആക്ച്വലി ട്രൂ? ഡെഫിനറ്റ്ലി ആയുർവേദം റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് സർട്ടൺ ടൈപ്പ് ഓഫ് ഫുഡ്സ് വിച്ച് ആർ നോട്ട് പഥ്യ. ലൈക്ക് കുറച്ച് ഡിസീസസിന് നമുക്ക് അഗ്രവേറ്റ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് ഫുഡ്സ് ഉണ്ട്. റിലേറ്റഡ്, യെസ് ഓഫ് കോഴ്സ്. അതായത് പിത്ത ബോഡിയുള്ളവർ ഇന്ന് ഫുഡ് കഴിക്കരുതെന്നുണ്ടോ? ഉണ്ട്. ഫുഡ് ആൻഡ് രസ ആർ റിലേറ്റഡ് ആൻഡ് വൺസ് അഗൈൻ ദോഷ ആൻഡ് രസാസ്. നമുക്ക് ഷഡ് രസങ്ങളാണുള്ളത്: മധുര, അമ്ല, ലവണ, കടു, തിക്ത, കഷായ. ഓക്കെ. ഈ 6 ടേസ്റ്റിലാണ് നമ്മുടെ ദോഷങ്ങളും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്. സോ സെറ്റ് ഓഫ്
permutations and combinations will increase your certain doshas, and again a set of rasas will decrease your doshas. So അത് വെച്ചിട്ട് നമുക്ക് ചില ഫുഡുകൾ ചില പ്രകൃതിക്കാർ കഴിച്ചാൽ ഇറ്റ് വിൽ അഗ്രവേറ്റ് യുവർ ദോഷ. Okay. Let's come back to doshas. Mental health. Another hot topic that's happening. Yeah, of course. മെൻ്റൽ ഹെൽത്തും ദോഷാസും തമ്മിൽ ബന്ധമുണ്ടോ? ലൈക്ക് ഹെൽത്തുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. Of course. ഓക്കെ. നമുക്ക് ലൈക്ക് ഇന്ന ദോഷക്കാർ വിൽ ബി മോർ സ്ട്രെസ്ഫുൾ, ഇന്ന ദോഷക്കാർ വിൽ ബി മോർ. ഈ വാദപിത്ത പ്രകൃതിയിൽ തന്നെ നമുക്ക് മെന്റൽ ആട്രിബ്യൂട്ട്സും ഇൻക്ലൂഡഡ് ആണ്. വാദപ്രകൃതിക്കാരുടെ മെന്റൽ ആട്രിബ്യൂട്ട്സ് വിൽ ബി ലൈക്ക് അവർ കുറച്ചും കൂടെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും, ചഞ്ചലത്വം ഉണ്ടാവും, അവർക്ക് സ്റ്റെബിലിറ്റി ഓർ ചഞ്ചലത്വം മീൻസ് അൺസ്റ്റേബിൾ. സോ അവരുടെ മൈൻഡും അങ്ങനെ ആയിരിക്കും കുറച്ച്. സോ ദേ വിൽ ബി തിങ്കിങ് എ ലോട്ട്, കുറച്ചും കൂടെ ആൻസൈറ്റി ഉള്ളവരായിരിക്കും. Okay, and thoughts will be fluctuating. And when we come to pitta prakriti, they will be short tempered. അവർ കുറച്ചും കൂടെ അവർക്ക് വിശപ്പും ദാഹമൊന്നും സഹിക്കാൻ പറ്റില്ല, പെട്ടെന്ന് വിശപ്പ് പിടിച്ച് നിർത്തി അവരെ ദേഷ്യം വരുന്ന പ്രകൃതിക്കാരാണ് പിത്ത പ്രകൃതി. When you come to Kapha Prakriti, they are more cool persons, and whatever happens they will be cool, very strong and bold. When they take any decision they will be sticking on to that decision, and they can withstand hunger and thirst. അങ്ങനെ പെട്ടെന്ന് വിശക്കുന്ന പ്രകൃതിക്കാരല്ല കഫ പ്രകൃതിക്കാർ, ബിക്കോസ് ഓഫ് ദെയർ ബോഡി ടൈപ്പ്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ്. നമ്മുടെ മെൻ്റൽ ആട്രിബ്യൂട്ട്സും ഇതേപോലെ തന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും, കുറച്ചും കൂടെ ഇൻറ്റൻസ് ആയിരിക്കും കഫ പ്രകൃതിക്കാരുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. ആൻഡ് വെൻ കമ്പയർഡ് ടു വാദ, കുറച്ചും കൂടെ ടഫ് പീപ്പിൾ ആയിരിക്കും കഫ പ്രകൃതിക്കാർ. എല്ലാം റിലേറ്റഡ് ആണല്ലേ? യെസ്. നമ്മുടെ ഇപ്പം another hot topic that's happening is ഈ ഇപ്പോഴത്തെ ന്യൂജൻ അല്ലെങ്കിൽ മെയിൻലി IT എംപ്ലോയീസ് അല്ലെങ്കിൽ മെയിൻലി PCസിന് മുമ്പ് ഇരിക്കുന്നവർക്ക് ഈ സൈനസൈറ്റസ് അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലുള്ള ഇഷ്യൂസ് ഒരുപാട് കൂടുതലാണ്. ആൻഡ് മേ ബി റിമെമ്പറിംഗ്, നമ്മളൊരു 1 month ബാക്ക് എൻ്റെ ഫ്രണ്ട് UK നിന്ന് വന്നപ്പോൾ നമ്മളൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞത് നല്ലൊരു റിലീഫ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ആൻഡ് he was taking allopathic medicine too, and അതിൽ പുള്ളിക്കൊരു ലൈക്ക് ഇറ്റ് വാസ് പെയിൻ കില്ലേഴ്സ് മോസ്റ്റ്ലി. അപ്പം അതുകൊണ്ടൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടിയില്ല. ഇവിടെയും ആക്ച്വലി പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിലും ബട്ട് കുറച്ചുകൂടെ ഹീ ഫീൽ മോർ റിലീഫ്. അപ്പം ഈ അങ്ങനെയുള്ള ഡിസീസസിനെ ആക്ച്വലി ഡിസീസ് എന്ന് വിളിക്കാമെന്ന് അറിയില്ല, മേ ബി ഓക്കെ ഡിസീസിന് ദോഷം അങ്ങനത്തെ ഇതിനെ എങ്ങനെയാണ് ആക്ച്വലി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് ആയുർവേദയിൽ? സോ ഇതിൻ്റെ റൂട്ടോട് കൂടി നമുക്ക് ഈ ഡിസീസിനെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് ആയുർവേദത്തിലുള്ളത്. സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റിനേക്കാളും നമ്മുടെ ത്രിദോഷ കൺസെപ്റ്റും നമ്മുടെ ബോഡി ടൈപ്പും വെച്ചിട്ട് വൺസ് അഗെയിൻ അവരുടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹീലിംഗ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി മോർ ഈസി. അവരുടെ ദോഷത്തിൻ്റെ അവസ്ഥ, രോഗത്തിൻ്റെ അവസ്ഥ അതെല്ലാം നോക്കി അനലൈസ് ചെയ്തതിന് ശേഷം വെൻ വി ഫിക്സ് എ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡു ദാറ്റ് ഇറ്റ് വിൽ ബി മോർ ബെനിഫിഷ്യൽ. വൺസ് അഗെയിൻ നമ്മൾ എന്തൊക്കെയാണ് അവർക്ക് ഈ രോഗം ഇനി വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടെന്നുള്ള ഗൈഡ് ലൈൻസും കൂടി കൊടുക്കുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ഒരു അപ്രൂവ്മെൻറ്റ് ഓഫ് ദി ഡിസീസ് എന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അഫ്കോഴ്സ് നമുക്ക് ഫോളോ അപ്പ് വേണം. നമുക്ക് ആ ഒരു ട്രാക്കിൽ ആയുർവേദ ട്രാക്കിൽ വന്നാൽ മാത്രമേ കുറച്ചും കൂടെ റിസൾട്ട് ഓറിയൻറ്റഡ് ട്രീറ്റ്മെൻറ്റ്സ് പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ട്രാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, അലോപ്പതി ആണെങ്കിലും ഇറ്റ്സ് മെഡിസിൻ ദാറ്റ് വർക്ക്സ്, നോട്ട് ദ മൈൻഡ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ആയുർവേദ ഐ ഹാവ് ഹേർഡ് ദാറ്റ് ഇറ്റ് മൈൻഡ്സ് ദാറ്റ് വർക്ക്സ് ഫസ്റ്റ്. നമ്മളുടെ മനസ്സിൽ ഇത് ക്യൂർ ആവും അല്ലെങ്കിൽ വിൽ ബി ഓക്കെ എന്നുള്ളൊരു തോന്നലിലാണ്, ഇറ്റ് സ്റ്റാർട്ട്സ് ദെയർ എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം ഞാൻ ഒന്നെങ്കിൽ ഏതെങ്കിലും പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ വായിച്ചതാണ്. ഐ ഡോണ്ട് നോ എത്രത്തോളം ഇതൊക്കെ സത്യമാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അത് തന്നെ ചോദിക്കുന്നത്. Is it actually true? Our mind is more stronger than any medicines? Yes, mind has got its own role or impact in our body. അപ്പം മൈൻഡിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ഒരു വിൽ പവർ എന്ന് പറയില്ല, നമ്മൾ ആയുർവേദത്തിൽ സാത്വിക ഗുണം എന്ന് പറയും, മനസ്സിൻ്റെ ഒരു സത്വഗുണം ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് വിച്ച് ഡിസ്ക്രൈബ്ഡ് ഇൻ ആയുർവേദ ആസ് നമ്മളുടെ ഒരു ക്യൂറിങ് അല്ലെങ്കിൽ ആ ഒരു ബോഡിയുടെ ഒരു ഹീലിംഗ് മെക്കാനിസത്തിൽ ഈ സാത്വിക ഗുണമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് ക്യൂർ ചെയ്യാൻ. എത്രത്തോളം നമ്മുടെ മനസ്സിൻ്റെ ബലം കുറഞ്ഞിരിക്കുകയാണ്, സാത്വിക ഗുണം കുറഞ്ഞിരിക്കുകയാണ്, ഇറ്റ് വിൽ ടേക്ക് മോർ, എപ്പോഴും ചികിത്സിക്കാനായിട്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇൻ ദ മൈൻഡ് എവിടെയോ അത് നമ്മളെ ഹാമ്പർ ചെയ്യുന്നുണ്ട് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഹീലിങ്ങിന്. സോ ഓഫ് കോഴ്സ് മൈൻഡ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഇമ്പാക്റ്റ് ഇൻ ഹീലിംഗ്. ഓക്കെ, ആയുർവേദത്തിനെ പറ്റി കേട്ട ഏറ്റവും വലിയൊരു മിസ്കൺസെപ്ഷൻ പറയാമോ?
ഇപ്പോൾ കുറച്ച് നാളായിട്ട് കേട്ടിട്ടുള്ളതാണ് കിഡ്നി അടിച്ചു പോകുന്നു. ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ കിഡ്നി അടിച്ചു പോകുന്നു. എൻ്റെ അടുത്ത് റീസെൻ്റ്ലി ഒരു ക്ലയൻറ്റ് വന്നിട്ട് ഒരു സിമ്പിൾ ഒരു റിലാക്സേഷൻ തെറാപ്പിക്ക് വന്നതാണ്. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഓയിൽ അഭ്യംഗ സ്റ്റീമാണ്, അഭ്യംഗ സ്വേദമാണ് അദ്ദേഹം വന്ന് ചോദിച്ചത്. അത് എടുത്തു കഴിഞ്ഞാൽ കിഡ്നിക്ക് ബുദ്ധിമുട്ടാണ്, കിഡ്നിക്ക് ഇത് വരുമോ, ലോഡ് വരുമോ, കിഡ്നി അടിച്ചു പോകുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഒത്തിരി ഷോക്കായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഈ അടുത്ത കാലത്ത് നേരിട്ട ഒരു എക്സാമ്പിളാണ്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ലൈക്ക് ഒരുപാട് കോൺട്രവേഴ്സീസ് ആയുർവേദത്തിനെ പറ്റിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദെയർ ലാക്ക് ഓഫ് നോളജ് ഇൻ ആയുർവേദ. ആൻഡ് ആക്ച്വലി ഇതിനകത്ത് ഒരു ആക്സസിബിലിറ്റി ഈസി ആയതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ആർക്കും നാട്യവൈദ്യനാവാം, ആർക്കും ഇത് ചെയ്യാം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു, മേ ബി എടുത്തു പറയുന്നില്ല എന്താന്ന്. സോ അവിടെ ചെന്നപ്പം അവിടെ കണ്ടൊരു പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ, ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ ചുമ 2 മിനിറ്റ് കൊണ്ട് മാറും. നിങ്ങൾ 6 മാസമായിട്ടോ 1 വർഷമായിട്ടോ ചുമക്കുന്നത് ഒരു ലൈക്ക് ജസ്റ്റ് ഹാവ് ഇറ്റ്. അതും പുള്ളി ഒരു ട്രയൽ ഫ്രീ ആയിട്ട് തരാം. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയൊരു ശാപം, അല്ലെങ്കിൽ എന്താ പറയുക, അതിനൊരു ഒരു പ്രോപ്പർ സിസ്റ്റം ഓഫ് ഇത് ഇല്ലാത്തത്, അപ്രിസിയേഷൻ കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗെറ്റിംഗ് ഇൻ ടു ദ ബിസിനസ് ഈസിലി. ആൻഡ് അതർ ദാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ അത് നമ്മൾ വിശദീകരിച്ച് ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു മിനിമം നമ്മൾ അവരുടെ മനസ്സിലാക്കാനൊരു ടൈം എടുക്കണം. ഹിസ്റ്ററി ടേക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾ നിദാനങ്ങൾ അനലൈസ് ചെയ്ത്, കാരണം ഒരു രോഗത്തിൻ്റെ കാരണത്തിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ പാത്വേ അനലൈസ് ചെയ്ത് അതിൻ്റെ ഏതൊക്കെ ഘട്ടത്തിലാണ് നമ്മുടെ മരുന്ന് ആക്ട് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ ഡിസീസിനാണ് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കാൻ പറ്റുക എന്ന് അനലൈസ് ചെയ്തിട്ട് വേണം ആ ഡിസീസിൻ്റെ ചികിത്സ നിശ്ചയിക്കാൻ. അതല്ലാതെ see, there are a lot of concepts in Ayurveda and I don't understand why so lightly people are talking about Ayurveda like they know everything. Yes. നമുക്ക് ശോധന ശമന എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്, പഞ്ചകർമ്മങ്ങളുണ്ട്. പഞ്ചകർമ്മം വേണ്ട ആൾക്കാരുണ്ട്, വേണ്ടാത്ത ആൾക്കാരുണ്ട്. സോ എല്ലാത്തിനും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ഇറ്റ് ലൈക്ക് റെഡിമെയ്ഡ് ഡ്രസ്, ഇറ്റ്സ് എ ടൈലർ മെയ്ഡ് സിസ്റ്റം. നമ്മളൊരു ആയുർവേദ ഈസ് ടൈലർ മെയ്ഡ്. Definitely customized and tailor made ആണ് ആയുർവേദം. അല്ലാതെ depends on the body, depends on the age, depends on the gender. 100%. It is depending upon your ഇപ്പം ആരോമലിൻ്റെ പ്രകൃതി യുണീക്ക് ആയിരിക്കും. ആരോമലിൻ്റെ ആ ഒരു പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് ഓഫ് ദോഷസ് ആരോമലിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇറ്റ്സ് ലൈക്ക് യുവർ ജീനോടൈപ്പ്. ഓക്കെ. സോ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ചികിത്സകളാണെങ്കിലും ബാക്കി മരുന്നുകളാണെങ്കിലും എല്ലാം നമ്മൾ നിശ്ചയിക്കുന്നത്. സോ ഇറ്റ് മേക്സ് സെൻസ് വെൻ യു ആർ going through a system. Okay. And നമുക്ക് കുറച്ച് ടോപ്പിക്സ് ഉണ്ട് കേട്ട് വരാം. സോ മെയിൻലി ജെൻഡർ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മെയിൽസ്. സോ മെയിൽസിൽ ഒരു 20-21 ആകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്, സ്കിൻ കെയറിൽ കാണുന്നതാണ് പിമ്പിൾസ്. ആ ഒരു അഡോൾസനിൽ നിന്നൊരു അഡോൾസൻ ഏജിലേക്ക് വരുന്നുണ്ടാവാം. അപ്പം അതിന് ഇപ്പം സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് ഇപ്പം മെന്നും ആണുങ്ങളും എന്താ പറയുക, പണ്ട് പെണ്ണുങ്ങളെല്ലാം അത്രയും ഇൻസെക്യൂർ ആയി തുടങ്ങി. ദേ ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ്സ്. മേ ബി അത് എന്താ ലൈക്ക് ഫേസ് വാഷ് ആയിക്കോട്ടെ, സ്ക്രബിങ് ആയിക്കോട്ടെ, ലൈക്ക് എനിത്തിങ് ലൈക്ക് മൈ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, മെൻ ആർ ഡൂയിങ് ഇറ്റ്. സോ ഡു വി ഹാവ് എനി പ്രോപ്പർ സൊല്യൂഷൻ ഫോർ ഇൻ ആയുർവേദ? ബിക്കോസ് ആയുർവേദം നമുക്ക് കുറച്ചുകൂടെ, കാരണം എൻ്റെ ഐ ബി വെരി തറോ, ലൈക്ക് എൻ്റെ ഒരു വൺ ഓഫ് മൈ ബ്രദർ ലൈക്ക് കസിൻ. സോ വാട്ട് ഹി ഡിഡ് വാസ് ലൈക്ക് അവനൊരു ക്രീം തേക്കുന്നുണ്ടായിരുന്നു, ഹാവിങ് എ ഡൾ കളർ, ലൈക്ക് കുഴപ്പമൊന്നുമില്ല. അവൻ ആക്ച്വലി ബട്ട് ഇൻസെക്യൂർ ആയിരുന്നു. അത് ഒരു ഇത്രയും നാൾ തേച്ചപ്പം അവൻ ഭയങ്കര ബ്രൈറ്റായി, അവൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ബ്രൈറ്റായി. അപ്പം പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് അവൻ തന്നെ പറയുന്നു എൻ്റെ അപ്പർ ലെയർ 3 സ്കിൻസ് അല്ലെങ്കിൽ 4 ലെയർ സ്കിൻസ് പോയതാണ്. അപ്പം അതുകൊണ്ട് ഈസ് ലുക്കിംഗ് ബ്രൈറ്റ്. ലൈക്ക് ഇനി ഞാൻ വെയിലത്ത് വന്നാൽ എൻ്റെ മുഖം ചുവന്നിരിക്കും, എനിക്കത് ഇനി ഇടാൻ പറ്റില്ല, ഇനിയിലേക്ക് എനിക്ക് വെയിലത്ത് പോയി നിൽക്കാൻ പറ്റത്തില്ല. അവൻ അതിൻ്റെ ദോഷങ്ങൾ അറിയാം. ഈസ് വെരി വെൽ ക്ലിയർ അബൌട്ട് ഇറ്റ്. സ്റ്റിൽ ഹീ ഈസ് ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഹീ ഈസ് ഇൻസെക്യൂർ. സോ അത്രയും റിസ്കി അല്ല. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും കണ്ടിട്ടുണ്ടാകും വെളുത്തിട്ട് പാറ് ക്രീംസ്, അങ്ങനത്തെ ഒരുപാട് ക്രീംസ്. അത് ക്യാൻസറസ് ആണെന്ന് പറയുന്നു, അത് സ്കിൻ ഡിസീസ് ഉണ്ടാകുന്നു പറയുന്നു, സ്കിൻ ക്യാൻസർ. ലൈക്ക് പീപ്പിൾ ആർ ക്ലിയർലി ടെലിങ് ദാറ്റ്. ആൻഡ് ഇത്രയും റേറ്റ് കുറച്ച് 100 രൂപയ്ക്കും 200 രൂപയ്ക്കും കിട്ടുമ്പോൾ ഇറ്റ്സ് ഷുവർ ദാറ്റ് ഇതിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. കാരണം ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഇത് വായിച്ചേക്കത്തില്ലേ. അപ്പം
ഇങ്ങനെയുള്ളതിന് ആക്ച്വലി ഒരു ആയുർവേദിക് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, ആയുർവേദം ഇറ്റ്സ് മെയിൻലി ഹെർബ്സ് റൈറ്റ്, ഇതിനൊരു വരുന്നതിലൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ലൈക്ക് ചിലപ്പോൾ വെളുത്തില്ലെന്നിരിക്കും, പക്ഷേ പിന്നെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. സോ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടോ ഫോർ സ്കിൻ കെയർ? ഡെഫിനറ്റ്ലി ആയുർവേദത്തിൽ കോസ്മെറ്റിക് സെഷൻ പറയുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഡെഫിനറ്റ്ലി പ്രൊമോട്ടിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് പറയുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തിട്ട്, ഇപ്പം എന്താണ് നമ്മുടെ സ്കിന്നിൻ്റെ മെയിൻ പ്രോബ്ലം, മേ ബി ഡിസ്കളറേഷൻസ് ആവാം, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ടെക്സ്ചർ ആവാം, അതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ട്രീറ്റ്മെൻറ്റ്സ് പറയുന്നുണ്ട്. സോ ഒരുപാട് സെറ്റ് ഓഫ് ഹെർബ്സ് വിച്ച് വി ക്യാൻ യൂസ് ആസ് എ ഫേസ് പാക്ക് ആൻഡ് വി ക്യാൻ യൂസ് ഇറ്റ്സ് എ ഫേസ് സ്ക്രബ്. അങ്ങനെ എന്താണോ ഇപ്പം നമുക്ക് ആവശ്യം, ഇപ്പം എല്ലാവർക്കും ഫേസ് സ്ക്രബ് ആവശ്യം വരില്ല. അവരുടെ സ്കിൻ ടൈപ്പ് വൺസ് മോർ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ പ്രകൃതി. നിങ്ങളുടെ പ്രകൃതിക്ക് അനുസരിച്ച് തന്നെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ലസ്റ്റർ ആണെങ്കിലും സ്കിന്നിൻ്റെ സ്മൂത്ത്നെസ് ആണെങ്കിലും എല്ലാം ഉണ്ടാകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്തിൻ. നമ്മൾ എന്ത് കഴിക്കുന്നു, നമ്മൾ എന്ത് തരം എക്സ്പോഷർ ആണുള്ളത്, സൺ എക്സ്പോഷർ, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ, എല്ലാം ഇതിന് ഡിപ്പെൻഡൻ്റ് ആണ്, നമ്മുടെ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും. ആൻഡ് വൺസ് മോർ നമ്മുടെ ഹോർമോൺ ലെവൽസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ബാലൻസ് ആയിരിക്കും നമ്മൾ കാണുന്ന നമ്മുടെ സ്കിന്നും ഹെയറും. ആൻഡ് ഓഫ് കോഴ്സ് മെൻ്റൽ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്കിന്നോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഗ്ലോ വിത്തിൻ എന്ന് പറയുന്നില്ലേ, അത് ഭയങ്കര സത്യമായിട്ടുള്ള ട്രൂ ആണ്. വെൻ വി ആർ സ്ട്രെസ്ഡ് നമ്മുടെ അണ്ടർ ഐസ് വരും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്കിൻ ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ എക്സ്പോഷർ, നമ്മൾ വിൻ്റർ അല്ലെങ്കിൽ ഒരു കുറച്ച് തണുപ്പ് രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നെല്ലാം ഹൈഡ്രേഷൻ ലോസ്റ്റായി കുറച്ചും കൂടെ ഷ്രിങ്ക് ആയിട്ടിരിക്കും. സോ എന്താണോ നമുക്ക് വേണ്ടത് അത് സപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ഓഫ് സം ഹെർബ്സ് വിച്ച് ഹെൽപ്സ് ഇൻ വർണ്ണകരമായിട്ടുള്ള, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രൈറ്റനിങ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്താണോ വേണ്ടത് സ്കിന്നിന്, അതിൻ്റെ ഒരു സെറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോ ദർ ആർ സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു സ്കിൻ റൂട്ടീൻ നമുക്ക് ഫോളോ ചെയ്യാം ബേസ്ഡ് ഓൺ യുവർ പ്രകൃതി. വൺസ് മോർ നമുക്ക് സിംപ്ലി ഫോർ എക്സാമ്പിൾ വാദപ്രകൃതി പേഴ്സണിന് നമുക്ക് എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ഓഫ് തൈല കൊടുക്കാം, അതായത് സ്നിഗ്ധത്വം, ഓർ ദേ നീഡ് മോർ ഓയിൽനെസ് ഇൻ ദെയർ സ്കിൻ. അതുകൊണ്ടായിരിക്കും ആ ഒരു സ്കിന്നിൻ്റെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്നത്. സോ വി ക്യാൻ റെക്കമെൻഡ് ഓയിൽ. ആൻഡ് പിത്ത പ്രകൃതിക്കാർ മോർ പ്രോൺ ടു പിമ്പിൾ ആയിരിക്കും, കുറച്ചും കൂടെ പിമ്പിൾസ് വരാൻ ചാൻസ് ഉള്ള പ്രകൃതിയാണ്. സോ വി ക്യാൻ അവോയ്ഡ് oil from them. And also kapha prakriti are more likely to get pimples and oily skin. So kapha prakritikarku നമുക്ക് കുറച്ചും കൂടെ ഓയിൽ റെഡ്യൂസിങ് പാക്സും എല്ലാം റെക്കമെൻഡ് ചെയ്യാം. We have set of combinations which helps in your skin routine care also, like daily routine. Okay, so let's go to females. Yeah. More insecure, കുറച്ചധികം ഇൻസെക്യൂർ ആണിത്. ലൈക്ക് അവരും ദേ ആർ ഓൾസോ ഡൂയിങ് ദ സെയിം തിങ്. പക്ഷെ അവർ ഈ എന്താ പറയുക, ഇപ്പോൾ മെന്നാണെങ്കിൽ അവർ ഫേസ് പാക്ക് ഇട്ടോ അല്ലെങ്കിൽ എന്താ പറയുക മേക്കപ്പ് ഇട്ടോ നടക്കത്തില്ല. ദേ വോണ്ട് ലൈക്ക് ഇങ്ങനത്തെ സൊല്യൂഷൻസ് വേണം. അതായത് ഇപ്പം വീട്ടിൽ വെച്ച് രാത്രി തേച്ച് കഴിഞ്ഞാൽ രാവിലെ വെളുത്ത് പുറത്തിറങ്ങി കിടക്കണം, മേക്കപ്പ് ഇട്ടെന്ന് തോന്നരുത്. ലേഡീസ് ആണെങ്കിൽ നേരെ തിരിച്ചിട്ടാണ്. ലൈക്ക് ദേ ലവ് ഡൂയിങ് മേക്കപ്സ്. ആൻഡ് മേക്കപ്സിലാണെങ്കിലും 100 രൂപയുടെ പ്രൊഡക്റ്റും ഉണ്ട്, 1,00,000 രൂപയുടെ പ്രൊഡക്റ്റും ഉണ്ട്. ആൻഡ് രണ്ടും പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ, ലൈക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദർ എക്കണോമിക് സ്റ്റാറ്റസ്. അപ്പം ഇതിന് ആക്ച്വലി എത്രത്തോളം ഇഷ്യൂ ഉണ്ടാക്കുന്ന, ഐ മീൻ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ വെരി വില കുറഞ്ഞ അതിൻ്റെ അർത്ഥം പ്രൊഡക്റ്റ് കൊള്ളൂല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ ചില പ്രൊഡക്റ്റുകൾ വില കുറച്ച് വിൽക്കാൻ പറ്റത്തില്ല. ലൈക്ക് അതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും അങ്ങനത്തെയൊക്കെ നോക്കിയിട്ട്. അപ്പം എന്താ പറയുക, ഇപ്പം സാഫ്രോൺ ഉള്ളൊരു പ്രൊഡക്റ്റ് 100 രൂപയ്ക്ക് എന്തായാലും വിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് 100 രൂപയ്ക്ക് കണ്ടാൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അതിനകത്ത് സാഫ്രോൺ ഇല്ല, അതിൻ്റെ കെമിക്കലാണുള്ളത്. അപ്പം അതൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹൗ ഡസ് ആയുർവേദ വർക്ക്? When we are coming to females, the industry is more inclined to female products ആണെന്ന് എനിക്ക് തോന്നുന്നു. ആയുർവേദത്തിലും ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൈറ്റനിങ് സിറംസ്, ഓയിൽസ്, ഫേസ് പാക്സ്, ഫേസ് വാഷ്, അതുപോലെ തന്നെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നൈറ്റ് ക്രീംസ് ആൻഡ് മോയ്സ്ചറൈസിങ് ക്രീംസ്, എല്ലാം ഹെർബൽ ബേസ്ഡ് ആയിട്ടുള്ളത്. കുറച്ചും കൂടെ കെമിക്കൽ ഫ്രീ ആയിരിക്കും. ആൻഡ് യു ക്യാൻ യൂസ് ഇറ്റ് ദ ഹോൾ ഡേ, നോ ഹാംസ് ഇൻ ദാറ്റ്. എപ്പോഴും എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നമ്മുടെ ഡയറ്റ് പാറ്റേൺ, നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ, ആൻഡ് ഓഫ് കോഴ്സ് ദ വേ യു ആർ ടേക്കിംഗ് കെയർ ഓഫ് സ്കിൻ ഡെയിലി മാറ്റേഴ്സ് എ ലോട്ട്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ആൻസർ, സ്ലീപ്പ്. Yeah. സ്ലീപ്പ്
എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? വെരി 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 മച്ച് ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഒരു ഡിസീസ് ടു ക്യൂർ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ യെസ്, നമ്മുടെ ആയുർവേദത്തിൽ ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്, ത്രയോപസ്തംഭങ്ങൾ. സോ അതിൽ വരുന്നത് ആഹാരം, നിദ്ര, ബ്രഹ്മചര്യ. സോ ആഹാരം, ഫുഡ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സർവൈവിങ് ഓഫ് അവർ ബോഡി. ആൻഡ് അനദർ മെയിൻ തിങ് ഇസ് സ്ലീപ്പ്. ഓക്കെ, നിദ്ര. അപ്പോൾ നിദ്രയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ നിദ്രായത്വം, സുഖം, ദുഃഖം, ബലം, അബലം എന്നൊക്കെ പറഞ്ഞ ഒരുപാട്, അതായത് നിദ്ര കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളും നിദ്ര ഇല്ലാണ്ടിരിക്കുമ്പോൾ ഉള്ള ദോഷങ്ങളും പറയുന്ന ഒരു കൊട്ടേഷനാണ്. അപ്പം നമുക്ക് മെൻ്റൽ പീസ് കിട്ടുന്നതും നമ്മുടെ ബോഡിക്ക് പീസ് കിട്ടുന്നതും ബോഡിയുടെ കുറേ ഹീലിംഗ് മെക്കാനിസംസ് ആക്ടിവേറ്റ് ചെയ്യുന്നതും പ്രോപ്പർ ഡൈജഷൻ ഹാപ്പൻ ചെയ്യുന്നതും എല്ലാം ഉറക്കത്തിലാണ്. ആൻഡ് ഓഫ് കോഴ്സ് മെൻ്റൽ ആട്രിബ്യൂട്ട്, മെൻ്റൽ സ്ട്രെസ്സ് കുറയുന്നതും നമുക്ക് കുറച്ചും കൂടെ കാംനെസ്, തിങ്കിങ് കപ്പാസിറ്റി കൂടുന്നതും ബ്രെയിൻ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യുന്നതും എല്ലാം നിദ്രയിലൂടെയാണ് അല്ലെങ്കിൽ സ്ലീപ്പിലൂടെയാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഷുഡ് സ്ലീപ്പ് അറ്റ്ലീസ്റ്റ് ഒരു 6 to 8 hours ഡെയിലി. That's the ideal thing that is been recommended. Okay. 8 hours is... അത് അലോപ്പതിയിലും ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും എല്ലാത്തിലും ഒരു തന്നെ 6 to 8 hours. Yeah. And you will surprise, നമ്മുടെ ഗ്രീഷ്മ ഋതു അതായത് സമ്മർ ടൈമിൽ നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് വരെ ഉറക്കമാവാം എന്ന് പറയുന്നുണ്ട്. കൊള്ളാലോ. അതായത് ചൂട് കൂടുമ്പോൾ നമ്മുടെ ബോഡി കുറച്ചും കൂടെ ഹെക്റ്റിക് ആയിരിക്കും, ടയർഡ്സം ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡീനെ കൂളിംഗ് ആയിട്ടുള്ള ഒരു മെക്കാനിസത്തിലേക്ക് കൊണ്ടുപോകാനും നമ്മുടെ ബോഡിയുടെ ആ ഒരു ക്ഷീണം കുറയ്ക്കാൻ ഉച്ചയ്ക്ക് ഉറക്കം ആവാം എന്ന് പറയുന്നുണ്ട്. വിൻ്റർ ആകുമ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല. വിൻ്റർ ആകുമ്പോൾ ഉറക്കം കുറയ്ക്കണം. ഓക്കെ, നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കോസ്മെറ്റിക് തന്നെ വരാം, ഹെയർ. യെസ്. ഇപ്പം എൻ്റെ അമ്മയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, താളിയും ഒക്കെ ഇട്ട് മുടി, ഞാൻ എണ്ണ തേക്കാൻ പോലും എനിക്കിഷ്ടമല്ല. എനിക്ക് തലയിൽ എണ്ണ തേക്കുന്നത് ഇഷ്ടമല്ല. ബിക്കോസ് എനിക്ക് ഫേസ് ഓയിലി ആയിട്ടിരുന്ന അല്ലെങ്കിൽ ഹെയർ ഓയിലി ആയിട്ടിരുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പം അതെങ്ങനെ, അത് ആക്ച്വലി ഒരു പ്രശ്നമാണോ അതൊക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്ച്വലി ഒരു പ്രോപ്പർ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ? ഐ തിങ്ക് ഇത് ജെൻഡർ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയേണ്ടതായിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഹെയർ ഫോൾ മോർ പ്രോൺ ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് എനിക്ക് തോന്നുന്നു. ബട്ട് females are more concerned about their hair fall than males, but nowadays males are also concerned equally. ഒരുപാട് ഫാക്ടേഴ്സ് വൺസ് അഗെയിൻ ഇതിനെ ബാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ വർക്ക് ലൈഫ് ബാലൻസ് ആൻഡ് ദ ടൈം വി കൺസ്യൂം ഫോർ നമ്മുടെ സ്കിൻ കെയറിനാണെങ്കിലും ഹെയർ കെയറിനാണെങ്കിലും ഇപ്പം വളരെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്, പക്ഷേ മുമ്പത്തേക്കാളും നമുക്ക് സമയമില്ല ആർക്കും. അപ്പോൾ അത് ഒരു കാരണമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, മുടിയിൽ ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിലും എന്ത് പ്രോഡക്റ്റ്സ് ആണെങ്കിലും അതിൻ്റെ ടെക്സ്ചറിനെ വരെ ബാധിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഹെയർ ഫോളിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നമ്മുടെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബ്ലഡ് ലെവൽസ് ഒക്കെ ചെക്ക് ചെയ്ത് നോർമലാണോ നോക്കുക. നമുക്ക് ഒരുപാട് ഡെഫിഷ്യൻസി കാരണം ഹെയർ ഫോൾ ഉണ്ടാവും, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കാരണം ഹെയർ ഫോൾ ഉണ്ടാവും. നമ്മുടെ ഡയറ്റിലുള്ള ഇംപ്രോപ്പർ ഡയറ്റ് കാരണവും ഹെയർ ഫോൾ കോസ് ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ദോഷാസ് റിലേറ്റഡ് ആണ്. പിത്തപ്രകൃതി പേഴ്സൺസ് ആർ മോർ പ്രോൺ ടു ഹെയർ ഫോൾ ആൻഡ് ബാൾഡ്നെസ്. ഓക്കെ, അതായത് ഒരു 25 to 30, 25 to 35 ഈ ഏജിനുള്ളിലുള്ള ഒരാൾക്ക് ഒരു പ്രോപ്പർ ഹെയർ ഫോൾ സംഭവിക്കുകയാണെങ്കിൽ ഡു റിയലി തിങ്ക് ദർ ഇസ് എ വേ for another regrowth of hair? Yes, definitely. നമ്മളൊരു 25-ന് ശേഷം ഉണ്ടാകുന്ന ഹെയർ ഫോൾ നമ്മളൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് പ്രോപ്പർ ഡയറ്റ് ആൻഡ് മെഡിസിൻസ് ആൻഡ് വൺസ് അഗെയിൻ വിത്ത് അവരുടെ ഒരു പ്രോപ്പർ കൗൺസിലിംഗ്, നമ്മുടെ ആയുർവേദത്തിലെ രസായന തെറാപ്പി, രസായന കൺസെപ്റ്റ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി പ്രിവെൻറ്റ് ദറ്റ് ഹെയർ ഫോൾ. ഓക്കെ, പ്രിവെൻറ്റ് ഹെയർ ഫോൾ എന്നല്ലേ, കുറച്ചുകൂടെ അതായത് റീഗ്രോത്ത് പോസിബിൾ ആണെന്ന് ഞാൻ ചോദിച്ചു. ഷുവർ, നമുക്ക് റീഗ്രോത്ത് പോസിബിൾ ആണ്. നമ്മുടെ മെഡിസിൻസ് വഴി നമുക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ഗ്രോത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. കാരണം ഇത് ഞാൻ സെയിം സാധനം I don't know, you must have heard of Traya. Yeah. It's actually ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണ്, ലൈക്ക് ആയുർവേദ സ്റ്റാർട്ടപ്പ് ആണ്. വാട്ട് ദേ ഡസ് ഈസ് ലൈക്ക് അവർ ഗ്യാരണ്ടീഡ് ആണ് പറയുന്നത്, like within next this many days you will have the hair growth, unless and until if you are not having any serious hormonal issues or something like a wide variety of നമുക്ക് അലോപേഷ്യയിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. സോ വി ഷുഡ് അനലൈസ് ഫസ്റ്റ് എന്താണ് അണ്ടർലൈങ് പ്രോബ്ലം. ഐ ഓൾവേസ് സേ ദാറ്റ് നമ്മൾ കസ്റ്റമൈസ്ഡ് ആണ്, സോ വി കാൺ ജനറലൈസ്.
ഒരു ഇപ്പം ആരോമൽ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ആരോമലിൻ്റെ പ്രകൃതി തൊട്ട് അണ്ടർലൈൻ പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, എന്താണ് ദോഷം ഇൻവോൾവ്, ഏത് സ്റ്റേജിലാണുള്ളത്, എന്ത് ഡിസീസാണ് അവിടെ, എന്ത് ആക്ഷനാണ് അവിടെ വേണ്ടത്, ആ ഡിസീസിൻ്റെ സ്റ്റേജ് നോക്കിയിട്ട് ശോധനമാണോ ശമനമാണോ, പഞ്ചകർമ്മയിൽ ഏത് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ് വേണ്ടത്, എല്ലാം മാറ്റേഴ്സാണ്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. സോ ഇൻറ്റേർണൽ മെഡിസിൻ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ആയുർവേദത്തിൻ്റെ. വേറെയും കുറേ സെറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതുണ്ട്. സോ വെൻ വി ആർ ഡൂയിങ് ഓൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നടത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആവും. ഓക്കെ, ഹോർമോണൽ ഇഷ്യൂസ് ആണെങ്കിലാണ് ഇഷ്യൂ ഉള്ളത്, ലൈക്ക് ഒരു വി ഷുഡ് ആ ഒരു അണ്ടർലൈൻ കോസ് കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, ഈ മേ ബി ഒരു വ്യക്തിയുടെ ജീവിത ശൈലിയിലുള്ള കുറേ മാറ്റങ്ങളുണ്ടാവും, ഐ മീൻ തെറ്റുകളുണ്ടാവും, അത് കാരണമായിരിക്കാം ഹെയർ ഫോൾ വരുന്നത്. അപ്പം അതെല്ലാം ഡയറ്റ് അഫ്കോഴ്സ് ഡയറ്റ് തൊട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ ഓരോ ദിവസം ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ, നമ്മുടെ എക്സ്പോഷർ, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, എല്ലാം മാറ്റേഴ്സ്. ഓക്കെ, ആൻഡ് ഈ നമുക്ക് ഡയബറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഡയബറ്റിക്സ് ലൈക്ക് 70% ഓഫ് ദി ഇന്ത്യൻസ് ആർ ഡയബറ്റിക്. അപ്പം ഡയബറ്റിക്കിന് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ലൈക്ക് എന്താ പറയുക, ഒരു നോർമൽ 1 ഗ്രാമിൻ്റെ ടാബ്ലറ്റ് തൊട്ട് ഒരു ഇൻസുലിൻ ലെവലിൽ വരെ പോകുന്നുണ്ട്. ആൻഡ് ഇതിനൊരു ക്യൂറായിട്ട് ഇതുവരെ ലൈക്ക് ഡയറ്റിലും അല്ലെങ്കിൽ എന്താ പറയുക ഹെൽത്ത് പ്രാക്ടീസസിലും കൂടെ ലൈക്ക് ഇനീഷ്യൽ സ്റ്റേജസിലാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു ടൈപ്പ് 2 ടൈപ്പ് 3 ഒക്കെ ആവുകയാണെങ്കിൽ ദർ ഈസ് നത്തിങ് ടു ഡു. ഇത് മരിക്കുന്നവരെ മരുന്ന് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈസ് ദർ എനി ക്യൂർ ഇൻ ആയുർവേദ? യെസ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഷുഗർ വന്നു അല്ലെങ്കിൽ ഡയബറ്റീസ് വന്ന് ഫുൾ നമുക്ക് മാറ്റാൻ പറ്റും എന്നല്ല പറയുന്നത്. വി ക്യാൻ മാനേജ് ഡയബറ്റീസ് വിത്ത് ആയുർവേദ. ഓഫ് കോഴ്സ് നമ്മുടെ മെഡിസിൻ കൊണ്ടും നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ടും ഡയബറ്റീസിനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഓരോ പ്രാവശ്യവും ഫുഡ് ഇൻടേക്ക് ചെയ്യുമ്പോഴും ഓരോ ദിവസത്തിലും നമ്മുടെ ലെവൽസ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇറ്റ്സ് നോട്ട് ദ സെയിം. അപ്പം എത്രത്തോളം നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നു, എത്രത്തോളം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, എത്രത്തോളം നമ്മൾ അതർ ഫാക്ടേഴ്സ് അതിനെ ക്യൂർ ചെയ്യാൻ ശ്രമിക്കുന്നു, അതെല്ലാം ബേസ്ഡാണ് നമ്മുടെ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും. ബിക്കോസ് വി ക്യാൻ ഡെയിലി നമുക്ക് മരുന്നുകൾ കൊടുക്കാം, അല്ലെങ്കിൽ ലൈഫ് റൂട്ടീൻ മാറ്റാം. ഡയബറ്റീസ് വന്നവർക്ക് നമുക്ക് ആകെ ചെയ്യാനുള്ളത് ലൈഫ് സ്റ്റൈൽ ഒന്ന് ഓറിയൻറ്റേഷൻ കൊടുക്കണം, പ്രോപ്പർ അവെയർനെസ് ഓഫ് ദ ഡിസീസ്. ഇതൊരു വലിയ രോഗമാണെന്നോ അല്ലെങ്കിൽ ഇതിനി മാറില്ല എന്നോ അവരെ പറഞ്ഞ് പേടിപ്പിക്കുന്നതിനേക്കാളും എങ്ങനെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തി അവരുടെ പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ ഡയറ്റ് ആൻഡ് പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ വിത്ത് മിനിമം സ്ട്രെസ് ആൻഡ് മിനിമം മെൻ്റൽ ഒരു സ്ട്രെയിൻ നമുക്ക് അവരെ അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അഫ്കോഴ്സ് നമുക്ക് ലെവൽസ് കുറയ്ക്കാൻ പറ്റും. വിത്തിൻ ദ നോർമൽ ലിമിറ്റ്സ് ആക്കിയിട്ട് നമുക്ക് ഡയബറ്റീസിനെ നിർത്താനുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് നമ്മുടെ ആയുർവേദത്തിലുണ്ട്. എനിക്ക് പക്ഷേ ഇത്രയും നേരം മൊത്തം പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആയുർവേദം മീൻസ് കൈൻഡ് ഓഫ് മോർ ലൈക്ക് എ തെറാപ്പി കൈൻഡ് ഓഫ് ലൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ട്രീറ്റ്മെൻറ്റ് ലൈനേക്കാളും. യെസ്, ആയുർവേദത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ അതാണല്ലോ. ആയുർ മീൻസ് ആയുസ്, വേദ മീൻസ് സയൻസ് ഓഫ് ലൈഫ്. സോ ആയുസിൻ്റെ വേദം എന്നാണ് നമ്മൾ ആയുർവേദത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ആയുർവേദ ഇസ് മോർ കൈൻഡ് ഓഫ് എ ഡെയിലി ഫോളോയിങ് സിസ്റ്റം വിച്ച് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നത് സ്കിൻ കെയർ, കോസ്മെറ്റിക്, ഹെയർ ഫോൾ, ഡയബറ്റിക്സ്, ഇതിൽ നമ്മൾ വീണ്ടും ഒരു 1-2 എപ്പിസോഡ് കൂടി ചെയ്യാനുള്ള മാത്രം ടോപ്പിക്സ് ഇതിലുണ്ടെന്നാണ് തോന്നുന്നത്. ആൻഡ് വി ഷുഡ് ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. ആൻഡ് ലെറ്റ്സ് കം ടു അനദർ ടോപ്പിക്, ദ ടൂറിസം ആൻഡ് ആയുർവേദ. എൻ്റെ വീട് വർക്കലയാണ്. അപ്പം വർക്കല ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫോറിനേഴ്സ് വരുന്നൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടെ ഏറ്റവും കൂടുതലുള്ളത് ആയുർവേദ റിസോർട്ട്സാണ്. ആൻഡ് ഞാനൊക്കെ ആയുർവേദത്തിനെ പറ്റി ആദ്യം കേൾക്കുന്നത് വർക്കലയുള്ള ആയുർവേദ റിസോർട്ട് എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. കാരണം അവിടെയാണ് അത് എന്താ പറയുക നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ആയുർവേദം ആരും ട്രീറ്റ്മെൻറ്റ് ഇതുവരെ അച്ഛൻ ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നു. ഡ്യൂറിങ് ഹിസ് ലാസ്റ്റ് ഡേയ്സ് അച്ഛൻ ആക്ച്വലി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു 3 months എടുത്തത്. അല്ലാതെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തായിട്ട് എനിക്കറിയത്തില്ല. ഞങ്ങൾ ആക്ച്വലി കെയർ ചെയ്തിട്ടുമില്ല അധികം. അപ്പം വർക്കലയിൽ ടൂറിസം പ്ലസ് ആയുർവേദമാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി വെരി ബൂമിങ് ഇൻഡസ്ട്രിയിൽ. കാരണം ഒരു ഓൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ തന്നെ ആയുർവേദിക്കായിട്ടുള്ള റിസോർട്ട്സും ആയുർവേദിക് കാരണം ഫോറിനേഴ്സ് ഒരുപാട് അക്സെപ്റ്റ് ചെയ്യും. കാരണം കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ്. അത് അവരുടെ ഒരു മൈൻഡ് റിലീഫിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബോഡി റിലീഫിനായിരിക്കാം. അപ്പം ഇത് എന്ത് സ്റ്റേജിലായിട്ടുണ്ട്? ഈസ് ഇറ്റ് സ്റ്റിൽ ഇൻ ആൻ ഇൻഫന്റ് സ്റ്റേജ്?
നോ ആക്ച്വലി ഫോറിനേഴ്സ് കുറച്ചും കൂടെ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ ആയുർവേദത്തിനെ കുറിച്ച് അറിയാം. ദേ ആർ റെഡി ടു ലേൺ ദ സിസ്റ്റം. അല്ലെങ്കിൽ അവർ കുറേ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരുണ്ട്. ഡീപ്ലി ആയുർവേദത്തിൻ്റെ ട്രഡീഷണൽ നോളജ് അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് വായിച്ച കുറേ അല്ലെങ്കിൽ വായിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള കുറേ ഫോറിനേഴ്സിനെ എനിക്കറിയാം. സോ ദേ റിയലി ബിലീവ് ഇൻ ആയുർവേദ. അതുകൊണ്ട് തന്നെയാണ് അവർ കൂടുതൽ കേരളത്തിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതും ട്രീറ്റ്മെൻറ്റ്സിനായിട്ട് വരുന്നതും. മോർ ഓവർ അവർക്കൊരു ബാലൻസ് ഇൻ ലൈഫ്, ബോത്ത് മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് സോൾ. ദ കൺസെപ്റ്റ് ഓഫ് സോൾ ഓൾസോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ആയുർവേദ. സോ അതിൻ്റെ ഒരു ബാലൻസ് അവർ കണ്ടെത്തിയിട്ടുള്ളത് ആയുർവേദ സിസ്റ്റത്തിലൂടെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മെഡിക്കൽ ടൂറിസം കേരളത്തിൽ കുറച്ചും കൂടെ സ്കോപ്പ്ഫുൾ ആവുന്നതും. ഒരു ആയുർവേദ പ്ലസ് ടൂറിസം നോക്കുകയാണെങ്കിൽ കേരളം തന്നെയാണോ മുന്നിക്കുന്നത്? കേരളം തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഒരു ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ഭൂപ്രകൃതി വെച്ചിട്ടാണെങ്കിലും അവർക്ക് അട്രാക്റ്റഡ് ആയിട്ടുള്ള കുറേ മറ്റേ അതെ അതൊക്കെ അവരെ ഭയങ്കര അട്രാക്റ്റഡ് ആവും. ആൻഡ് വൺസ് മോർ അവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കടൽ ഭയങ്കര ഇഷ്ടമാണ്, സീ വ്യൂ ഇഷ്ടമാണ്. അപ്പം അതെല്ലാം നമ്മുടെ കേരളത്തിലെ എനിക്ക് തോന്നുന്നു എല്ലാവരും അത് 100% യൂസ്ഫുൾ ആക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു ലാസ്റ്റ് 5 years ആയിട്ട് ബൂമിങ് ഇൻ ആയുർവേദ ഹാപ്പൻഡ്. ആൻഡ് ലോട്ട് ഓഫ് ഫോറിനേഴ്സ്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് എന്തായാലും കൂടുതൽ സപ്പോർട്ടീവ് ആയിരിക്കും അല്ലേ? ഓക്കെ. ആൻഡ് അടുത്തത് ആക്ച്വലി നമ്മുടെ ഈ ആയുർവേദ എന്ന് പറയുന്നത് ഏൻഷ്യൻ പ്രാക്ടീസസ് ആയിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ബൈ വേർഡ്സ് അല്ലെങ്കിൽ താളിയോല ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ പഴയ ഏൻഷ്യൻ റെക്കോർഡ്സും അതിലൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു ഭൂരിഭാഗം വി മസ്റ്റ് ഹാവ് ലോസ്റ്റ് ഇറ്റ് അല്ലേ? അല്ലെങ്കിൽ അതിനെ എന്താ പറയുക ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു നമുക്ക് പറ്റുന്നുണ്ടാവില്ല. സോ ഐ തിങ്ക് ആയുർവേദ ഈസ് മോർ സ്ട്രോങ്ങർ. ലൈക്ക് കാരണം നമ്മുടെ മിത്തോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ലൈക്ക് എനി കൈൻഡ് ഓഫ് തിങ്സ് ഹാവ് ബീൻ ഡൺ. ലൈക്ക് ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന ദ്രോണാചാര്യരല്ലേ? അപ്പം നമുക്ക് ആയുർവേദത്തിൻ്റെ ആക്ച്വലി എന്തോരം എസെൻസ് ഇനിയും ആക്ച്വലി ടെക്നോളജിക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. ബിക്കോസ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഐ തിങ്ക് ഇപ്പോഴും നമുക്കൊരു 10% പോലും നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്രയും കുറവാണ് നമ്മുടെയൊക്കെ ആയുർവേദ ഫീൽഡിലുള്ളവർ തന്നെ. വി ആർ സ്റ്റിൽ എക്സ്പ്ലോറിങ്. ആയുർവേദത്തിൻ്റെ അനന്ത സാധ്യതകളെയാണ് ഇപ്പോഴും നമ്മൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും വാസ്റ്റാണ്, അത്രയും റിച്ചാണ് ആയുർവേദത്തിൻ്റെ കൾച്ചറാണെങ്കിലും ട്രഡീഷൻ ആണെങ്കിലും. ഈ നേരത്തെ പറഞ്ഞ പോലെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് വെരി ലിമിറ്റഡ് ആണ്. പിന്നെ ട്രാൻസ്ലേഷൻസും വളരെ ലിമിറ്റഡ് ആണ്. സാൻസ്ക്രിറ്റിലാണ് നമ്മുടെ ടെക്സ്റ്റ് ഉള്ളത്. ബൃഹത്രയി എന്ന് പറഞ്ഞിട്ടുള്ള അഷ്ടാംഗഹൃദയം, ചരകസംഹിത, സുശ്രുത സംഹിതയാണ് നമ്മുടെ ബേസ് ടെക്സ്റ്റ്. അതിലുള്ള കാര്യങ്ങൾ തന്നെ മുഴുവൻ നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് സ്റ്റിൽ ഇൻ ദ പ്രോസസ് ഓഫ് സ്റ്റഡിങ്. ഐ തിങ്ക് എവ്രി വൺ ഇൻ ദ ഫീൽഡ് ഓഫ് ആയുർവേദ സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. ഓക്കെ. സോ ആയുർവേദ പ്ലസ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ഒരു മെഡിക്കൽ പ്രാക്ടീസിലേക്ക് വരുമോ? ഐ ബിലീവ് ഇൻ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം. ഒരു വെൽനസ് ട്രീറ്റ്മെൻറ്റ്. യെസ്, വെൽനസ് സിസ്റ്റത്തിൽ ആണ് കുറച്ചും കൂടെ ഇനിയുള്ള മേ ബി ഫ്യൂച്ചർ ഉള്ളത്. കാരണം ആയുർവേദത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സെറ്റ് ഓഫ് ഡിസീസസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രെങ്ത് ഏരിയാസ് ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് അനദർ മെഡിസിൻ ബ്രാഞ്ചിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഹൗ മച്ച് ഡസ് ടെക്നോളജി കോൺട്രിബ്യൂട്ട്? ലൈക്ക് ഇപ്പോഴത്തെ AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ടെക്നോളജി, ഐ ഡോണ്ട് നോ ഇഫ് യു ആർ അവെയർ ഓഫ് ഇറ്റ്. ലൈക്ക് ഈസ് ഇറ്റ് ആക്ച്വലി കോൺട്രിബ്യൂട്ടിംഗ് മച്ച്? ആസ് ഐ ടോൾഡ് യു, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ടൈലർ മെയ്ഡ് ആൻഡ് റെഡിമെയ്ഡ് സംഭവം. അപ്പം അഫ്കോഴ്സ് AI ഈസ് ഹെൽപ്പിംഗ് ഔട്ട് ഇൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഡാറ്റ അനാലിസിസ് ആണെങ്കിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് രംഗത്താണെങ്കിലും നമ്മുടെ വാസ്റ്റായിട്ടുള്ള ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ആയുർവേദത്തിൻ്റെ കുറേ കാര്യങ്ങളെ ബൈഫർക്കേറ്റ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും AI-ക്ക് സാധിക്കുമായിരിക്കും. ബട്ട് ഓഫ് കോഴ്സ് ഒരു ഡയഗ്നോസിസ് പാർട്ട് വരുമ്പോഴും ട്രീറ്റ്മെൻറ്റ് പാർട്ട് വരുമ്പോഴും സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സോ നോബഡി ക്യാൻ റീപ്ലേസ് ദാറ്റ് ഐ തിങ്ക്. സോ ഒരു ഡെക്കേഡ് ലൈക്ക് ഇൻ നെക്സ്റ്റ് ഡെക്കേഡിൽ ആയുർവേദം നോക്കുകയാണെങ്കിൽ ഡു യു റിയലി തിങ്ക് ആയുർവേദം വിൽ ബി എ
ട്രീറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ലൈക്ക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളായിട്ട് ആയുർവേദം ട്രീറ്റ്മെൻറ്റ് മാറുമോ അതൊരു വെൽനസ് കൈൻഡ് ഓഫ് മാറും? എന്തായിരിക്കും ഡോക്ടറിൻ്റെ ഒരു വിഷൻ? ബോത്ത് മോർ ഇൻ ടു വെൽനസ് ദാൻ ട്രീറ്റ്മെൻറ്റ്. ബിക്കോസ് നമ്മൾ ആദ്യം വെൽനസ് പാർട്ട് ടേക്ക് കെയർ ചെയ്ത ട്രീറ്റ്മെൻറ്റ് ഭാഗം അത്രയും കുറയും. അതായത് ആക്ച്വലി പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ആ ഒരു മോസ്റ്റ് മോഡേൺ എന്താ പറയുക ഏറ്റവും ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ളതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇറ്റ് വിൽ ബി ആയുർവേദം. ഡെഫിനറ്റ്ലി. കാരണം അതിൻ്റേതായിട്ടുള്ള കുറേ സ്റ്റെപ്പുകൾ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ പ്രൈവറ്റ് പ്രാക്ടീസിലാണെങ്കിലും ഇവിടെ നമ്മുടെ കേരളത്തിലാണെങ്കിലും പുറത്തുനിന്നുള്ള ക്ലയൻസ് ആണെങ്കിലും അവർക്ക് കുറച്ചും കൂടെ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് അറിയാൻ താല്പര്യമുണ്ട്. വെൽനെസ്സിലേക്ക് കുറേ വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട്. റാദർ ദാൻ ഒരു ഡിസീസായിട്ട് വരുന്നതിനേക്കാളും they are more inclined ഇപ്പോൾ to wellness and preventive medicine in Ayurveda. Have you heard of Brian Johnson? പുള്ളി ആക്ച്വലി ഹീസ് ഡൂയിങ് എൻ എക്സ്പെരിമെൻറ്റ്. ഒരു പുള്ളി ലൈഫ് വെച്ചൊരു എക്സ്പെരിമെൻറ്റ്. ഹി വോണ്ട് ടു ബി ഇമ്മോർട്ടൽ. സോ വാട്ട് ഹി ഡൂയിങ് ഈസ് ലൈക്ക് അതിനുള്ള മെഡിക്കേഷൻസ് എടുക്കുന്നു, അതിനുള്ള ഹെൽത്ത് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നു. ആൻഡ് പുള്ളി ഹി ഹാസ് കട്ട് ഡൗൺ ഹിസ് ഏജിങ് ടു 18 months. അതായത് നമ്മൾക്ക് ഒരു 12 മാസം കൊണ്ട് ഒരു വയസ്സാകുമ്പോൾ പുള്ളിക്ക് 18 മാസം കൊണ്ട് ഒരു വയസ്സാവുള്ളൂ. ആ രീതിയിൽ ഹി ഹാസ് കട്ട് ഡൗൺ ഹിസ് ഏജ്. ആയുർവേദത്തിൽ ദർ ഈസ് സംതിങ് കോൾഡ് കായകൽപ്പ ചികിത്സ, റൈറ്റ്? ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക നമ്മുടെ മോഹൻലാലിൻ്റെ മൂവിയിലായിരിക്കും. മൂവിയുടെ പേര് താണ്ഡവത്തിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ട്. അപ്പം കായകൽപ്പ ചികിത്സയുടെ ഒരു എക്സ്ട്രീമിറ്റി നോക്കുകയാണെങ്കിൽ യു കുഡ് ബ്രിങ് ബാക്ക് ദ ലോസ് ഹെയർ, യു കുഡ് ബ്രിങ് ബാക്ക് ദ സ്ട്രെങ്ത് യു ഹാവ്, ബോൺസ് തിരിച്ച് പഴയതുപോലെ ആവും. ലൈക്ക് യുവത്വം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. Is it actually possible? There is a branch in Ayurveda called Rasayana Chikitsa. Rasayana Chikitsa എന്ന് തന്നെ ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് തന്നെ ഉണ്ട് വിച്ച് ഡീൽസ് വിത്ത് ദീസ് യൂത്ത്ഫുൾ ട്രീറ്റ്മെൻറ്റ്സ്. നമ്മുടെ ചവനപ്രാശം കഴിച്ച് യുവത്വം തിരിച്ചു പിടിച്ച കഥയൊക്കെ വളരെ ഫേമസ് ആണ്. അതുകൊണ്ടാണ് ചവനപ്രാശത്തിനെ പറയുന്നത്. വിച്ച് ഈസ് വെരി എന്താ പറയുക പ്രൊമോട്ടീവ് ആൻഡ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു രസായനമാണ്. രസായന ചികിത്സേനെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് വാതാധിപികമായിട്ടും കുടിപ്രാവേശികമായിട്ടും. കുറച്ച് പേർക്ക് അറിയാം കുടിപ്രാവേശിക ചികിത്സ, രസായന ചികിത്സേനെ പറ്റിയിട്ട്. നമ്മളൊരു കുടിയുടെ ഉള്ളിലായിരിക്കും വിച്ച് വിൽ ബി ഒരു 3 layer ത്രിഗർഭ കുടിയുടെ ഉള്ളിലായിരിക്കും രസായന ചികിത്സ ചെയ്യുക. വിച്ച് പ്രിസ്ക്രൈബ്ഡ് ഡേയ്സ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, പുറം ലോകമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും പാടില്ല, സൂര്യപ്രകാശം പോലും ഏൽക്കാൻ പാടില്ലാണ്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടത്. ആൻഡ് നമ്മൾ രസായനമായിരിക്കും കഴിക്കുക ഒരു നേരത്തെ ആഹാരമായിട്ട്. സോ ആ ഒരു ബ്രാഞ്ച് അങ്ങനെയാണ്. പിന്നെയുള്ള രസായന ചികിത്സ നമുക്ക് നോർമൽ ലൈഫ് കണ്ടിന്യൂ ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന രസായനങ്ങളുണ്ട്. വൺസ് അഗൈൻ നമ്മുടെ പ്രകൃതിനെയും നമ്മുടെ ബോഡി ടൈപ്പിനും അനുസരിച്ചാണ് ഇത് നമ്മൾ ചൂസ് ചെയ്യുക. ആൻഡ് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്, ഒരു സെറ്റ് ഓഫ് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ശോധന ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയുടെ എല്ലാ വേറെ ദോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ രസായന ചികിത്സ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത് ഇൻഡിക്കേഷൻസ് ഉണ്ട്, കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്, ചെയ്യാൻ പറ്റുന്ന ഏജ് ഗ്രൂപ്പ് ഉണ്ട്. സോ എല്ലാം നോക്കിയിട്ടാണ് രസായന ചികിത്സ നമ്മൾ കൊടുക്കുക. ബിസിനസ് പിടിച്ചു തരാമെന്ന് വിചാരിക്കുക ചോദിക്കുകയാണ്. ആക്ച്വലി എല്ലാവരും ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഈ ചികിത്സ ചെയ്യണമെന്നുണ്ട്. ഷുവർ, ഡെഫിനറ്റ്ലി. ഒരു വട്ടമല്ല, പല വട്ടം ചെയ്യാം. സോ അത്രയും നാൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ത്രിഗർഭ കുടിക്കുള്ളിൽ നമ്മുടെ അമ്മയുടെ യൂട്രസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് നമ്മളൊരു പുതുജീവനായിട്ട് പുറത്തേക്ക് വരും എന്നാണ് അതിൻ്റെ റിയൽ കൺസെപ്റ്റ്. നമ്മുടെ സെൻസസിൻ്റെ ഒരു ഷാർപ്നെസ് കൂടും, ക്ലാരിറ്റി കൂടും, നമുക്കുണ്ടാകുന്ന മെൻ്റൽ കുറേ അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ മാറി നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസ്, പോസിറ്റീവ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഞാൻ ആക്ച്വലി അതൊരു ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടൊരു മൂവിക്ക് വേണ്ടി മാത്രം പറഞ്ഞൊരു ഇതായിട്ടാണ് വിചാരിച്ചത്. ഇറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ആയുർവേദ, ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ട് രസായന തെറാപ്പി. ഓക്കെ, ഈ യോഗ ആക്ച്വലി ആയുർവേദത്തിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് കണ്ടത്. സോ ഡസ് യോഗ ഈസ് ഓൾസോ പ്രാക്ടീസ് ദാറ്റ് ഷുഡ് ബി ഡൺ ഡ്യൂറിങ് ദ ട്രീറ്റ്മെൻറ്റ്? യോഗ ഇസ് എ ലൈഫ്, ഒരു ഹാബിറ്റാണ്. അല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം മാത്രമായിട്ടല്ല, ഒരു ലൈഫ് ഹാബിറ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമാണ് യോഗ. ഇറ്റ്സ് മെൻ്റൽ ആട്രിബ്യൂട്ട് ആൻഡ് ഓൾസോ ഫിസിക്കൽ ഇൻവോൾവ്മെൻ്റ് ഉള്ളൊരു ഡേ ടു ഡേ നമുക്കൊരു ഹെൽത്തി ഹാബിറ്റായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന പ്രാക്ടീസാണ് യോഗ. ഡെഫിനറ്റ്ലി ഇറ്റ് പ്രൊമോട്ട്സ് യുവർ ഹെൽത്ത്. ഓക്കെ, സോ യോഗയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമല്ലേ ആൾക്കാർക്ക് ആയുർവേദത്തിലേക്ക് ലൈക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ? ബോത്ത് ആർ ഹാൻഡ് ഇൻ ഹാൻഡ് ആൻഡ് ദേ ആർ ഇന്റർകണക്റ്റഡ്. നമ്മുടെ മനസ്സ് അതുപോലെ ബോഡി അതെല്ലാം ഒന്നായി കൊണ്ടുപോകാനായിട്ട് കുറച്ചും കൂടെ യോഗയ്ക്ക് ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. മേ ബി ഇതുകൊണ്ടായിരിക്കും ആയുർവേദം
ഒരു ലെവലിലെത്തുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഒരു ജലദോഷം പനി വന്ന അല്ലെങ്കിൽ ജലദോഷം വന്നു കഴിഞ്ഞാലാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അല്ലാതെ ഒരിക്കലും ഇതിന് മുന്നേ ഇത് വരാതിരിക്കാനുള്ളൊരു പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ നമ്മൾ അധികം നോക്കാറില്ല. ലൈക്ക് മലയാളികൾ പൊതുവേ നോക്കാറില്ല. ഓൾ ഇന്ത്യയിലായിരിക്കും സെയിം ആയിരിക്കും. അപ്പം ഈ ഒരു പ്രാക്ടീസ് വന്ന് തുടങ്ങണം. ഫോർ ആയുർവേദ ബിസിനസ്സായിട്ട് തന്നെ പറയാം. ഫോർ ആയുർവേദം ഒരു ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ അതിനൊരു ആ ഒരു ഇൻഡസ്ട്രി തന്നെ ബൂം ചെയ്യണമെങ്കിൽ പീപ്പിൾ ഷുഡ് ബി മോർ ഫോക്കസിങ് ഓൺ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ. അപ്പോൾ മാത്രമേ ആയുർവേദം കയറി വരുള്ളൂ. അപ്പം എന്ത് പ്രാക്ടീസസ് ആയിരിക്കണം ലൈക്ക് പീപ്പിൾ ഷുഡ് ഫോളോ? അതായത് മേ ബി യു കുഡ് ടെൽ ദാറ്റ് യോഗ ചെയ്യണം അല്ലെങ്കിൽ ഹാവ് ദീസ് കൈൻഡ് ഓഫ്. ഇപ്പം ഞാൻ ആക്ച്വലി ഇത് കണ്ടു, ഇറ്റ്സ് ബെറ്റർ ഫോർ ലേഡീസ് ടു ഹാവ് നമ്മുടെ എള്ള് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു ആഫ്റ്റർ ദ മെൻസ്ട്രേഷൻ പീരീഡ്. സോ ദാറ്റ് ഓൾസോ ഐ സോ ഇൻ ദ സെയിം പോഡ്കാസ്റ്റ്. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ദാറ്റ് കുഡ് മേക്ക് എ ബിഗ് ഇമ്പാക്ട് ഇൻ ദ ഫ്യൂച്ചർ. അപ്പം അങ്ങനത്തെ കുറച്ച് റെമഡീസോ അങ്ങനത്തെ പറയാമോ? നമുക്ക് ആയുർവേദത്തിന് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ സ്റ്റാർട്ടിങ് വിത്ത് അവർ ഫുഡ്, നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഹോം റെമഡീസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. നമ്മളിപ്പം സിമ്പിൾ ചുക്ക് കാപ്പി അല്ലേ, നമ്മൾ കോൾഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇട്ട് കുടിക്കുന്ന ചുക്ക് കാപ്പി, അതും ഈ നമ്മുടെ ഹെർബ്സിന് ഈച്ച് ഗുണങ്ങളുണ്ട്. ചുക്കിനാണെങ്കിലും ഇഞ്ചിക്കാണെങ്കിലും അതിലുപയോഗിക്കുന്ന പെപ്പറിനാണെങ്കിലും തുളസിക്കാണെങ്കിലും ഓൾ ദീസ് ഹാവ്സ് ഈച്ച് ഗുണാസ്. ആൻഡ് അത് എന്താണ് അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ ഓരോ ബയോ കെമിക്കൽ കമ്പോണൻസിൻ്റെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. സോ നമ്മൾ നമ്മളുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ആയുർവേദ എവ്രിവെയർ. ബട്ട് വി ആർ നോട്ട് അതിനൊരു പ്രോപ്പർ ലേബിൾ ഇടുകയോ അല്ലെങ്കിൽ അതിനൊരു പ്രോപ്പർ ഡെഫിനിഷൻ കൊടുത്തിട്ടല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അനലൈസ് അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് യുവർ ഓൺ പ്രകൃതി ആൻഡ് ലിവ് അക്കോർഡിംഗ്ലി വിത്ത് ഇറ്റ്. നമ്മൾ പറയില്ല, നമുക്ക് നമ്മുടെ ബോഡീനെ അറിയാം. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കൊളോക്കിയലി പറയും, എനിക്ക് ബോഡീനെ അറിയാം, കുറച്ച് കാര്യങ്ങൾ കഴിച്ചാൽ നമുക്ക് പണി കിട്ടും, അല്ലെങ്കിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, അതിൻ്റെ വയർ അപ്സെറ്റ് ആവും ഇത് കഴിച്ചാൽ. സോ വി നോ ദാറ്റ് തിങ്സ്. സോ ത്രൂ ആയുർവേദ യു ക്യാൻ നോ യുവർ സെൽഫ് മോർ. either your body and mind both. നിങ്ങൾക്ക് കുറച്ചും കൂടെ എല്ലാവർക്കും അവനവനെ തന്നെ മനസ്സിലാക്കാനുള്ളൊരു സിസ്റ്റമാണ് ആയുർവേദ. ആൻഡ് അലോങ് വിത്ത് ഹൗ യു ക്യാൻ അപ്ലൈ ദാറ്റ് ഇൻ ടു യുവർ ഡേ ടു ഡേ ലൈഫ്. ഓക്കെ, വെദർ ഇറ്റ് മേ ബി ഹോർമോണൽ ഇഷ്യൂസ് ആവാം, ലേഡീസ് ഇഷ്യൂസ് ആവാം, ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് ആവാം, വിച്ച് എവർ ഇറ്റ് ഈസ്. എന്തൊക്കെയാണ് കുറച്ചും കൂടെ നിങ്ങളുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിന് നല്ലത്, എന്തൊക്കെയാണ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് നല്ലത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ളൊരു പാരാമീറ്റേഴ്സ്, അങ്ങനെ കുറച്ചും കൂടെ ബൈഫക്കേറ്റ് ചെയ്ത് നമ്മുടെ പ്രകൃതിക്ക് അനുസരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ യുവർ ഹെൽത്ത് വിൽ ബി ഒപ്റ്റിമം. ഓക്കെ. സോ ഐ ഹോപ്പ് നമ്മൾ ആയുർവേദത്തിൻ്റെ ഒരു ഏറ്റവും ബേസിക് മേളിൽ കൂടെ ഒരു ചെറുതായിട്ടൊന്ന് വാക്കിങ് ചെയ്തു. നമുക്ക് ഡീപ്പായിട്ട് ഓരോ ടോപ്പിക്കിലും ഐ തിങ്ക് വി ഷുഡ് ഡു എ പോഡ്കാസ്റ്റ് ആൻഡ് വി ഡെഫിനറ്റ്ലി ഷുഡ്. കാരണം ഇതിൽ ഓരോ ടോപ്പിക്, ഇപ്പോൾ സ്കിൻ കെയർ ആയിക്കോട്ടെ, ഹെയർ ഫോൾ ആയിക്കോട്ടെ, അതെല്ലാം ഒരു 1 hour പോഡ്കാസ്റ്റിനുള്ളൊരു സ്കോപ്പ് ഉണ്ട്. സോ ഐ തിങ്ക് വി ഷുഡ് അഗെയിൻ മീറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Thank you, Aramal. Thank you for your interest in Ayurveda and hearing me all the time. Thank you so much.